ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠമായ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന പാഠത്തിലെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിൻ്റെ ആക്ടിവിറ്റീസ് ഈ പാഠത്തിൻ്റെ അവസാനമുള്ള ആക്ടിവിറ്റീസിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ മുതൽ തന്നെ നമ്മൾ നോക്കി നമ്മൾ ഒരു 2 ക്യാരക്ടർ സ്കെച്ചും വിശദമായി ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 4ാമത്തെ ആക്ടിവിറ്റി ആയിട്ടാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ ഇത് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ വരയ്ക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഇത് നമുക്ക് മനസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. What are the words that the author used to describe the captain of the guards? The following is a character map of the captain of the guards. അപ്പോൾ ഈ ഒരു കഥയിലെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിന്റെ ഒരു ക്യാരക്ടർ മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എവിടെയും വരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നത് എന്ന് മാത്രം. അപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിന് നമ്മൾ കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ക്യാരക്ടറിന്റെ ചില സ്വഭാവ സവിശേഷതകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. Tall, well-built, red-haired, 25 years old, likes painting, does his duties well, handsome, gold-braided uniform. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ആളുടെയും ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ 2 ആളുകളുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ടില്ലിന്റെ ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ ആർച്ച് ഡ്യൂക്കിന്റെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഇവരുടെ ക്യാരക്ടർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇവർക്കുള്ള ചില പോസിറ്റീവായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്, അതുപോലെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഇതേപോലെ ഒരു ക്യാരക്ടർ മാപ്പ് പോലെ നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എഴുതിയാലും മതി. ടില്ലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ: ഹി ഈസ് ക്ലവർ, ബോൾഡ്, വിറ്റി, ഒബ്സർവന്റ്, പെർസ്വേസീവ്, അഡാപ്റ്റീവ്, കോൺഫിഡന്റ്, അഡ്വഞ്ചറസ്. വളരെ ബുദ്ധിമാനാണ്, അതുപോലെ വളരെ ബോൾഡാണ്, തമാശക്കാരനാണ്, കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, മറ്റുള്ളവരെ പറഞ്ഞ് അവരോട് സംസാരിച്ച് അവരെ സ്വാധീനിക്കാനുള്ള കഴിവുള്ള ആളാണ്, അതുപോലെ സാഹചര്യത്തിനനുസരിച്ച് മാറാനറിയുന്ന ആളാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണ്, അതുപോലെ സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ആർച്ച് ഡ്യൂക്കിന്റെ ക്യാരക്ടറിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആർച്ച് ഡ്യൂക്കാണ്, അതോറിറ്റേറ്റീവ്, അതുപോലെ സ്വയം വലിയ അഭിമാനമുള്ള വ്യക്തിയാണ്, അതുപോലെ ജനറസ് ആണ്. ജനറസ് എന്ന് വെച്ചാൽ ആളുകൾക്ക് ഇഷ്ടംപോലെ പണം കൊടുക്കുന്ന, ധാരാളമായി പണം കൊടുക്കുന്ന, അതിലൊരു മടിയുമില്ലാത്തൊരു വ്യക്തിയാണ്. അതുപോലെ വളരെ ക്യൂരിയസ് ആണ്, അതുപോലെ ഇംപേഷ്യൻറ്റ്, ക്ഷമയില്ലാത്ത ആളാണ്, അതുപോലെ ഒരു ബുദ്ധിപരമായി വലിയ ഒരു മെച്ചമുള്ള ആളല്ല. അതുപോലെ ഗലിബിൾ, അദ്ദേഹം പെട്ടെന്ന് ആളുകളുടെ വലയിൽ വീഴുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഇന്റലിജന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് ക്യാരക്ടർ ട്രെയ്റ്റ്സ് നമുക്ക് ആദ്യം നമ്മൾ കണ്ടെത്തുക. ഈ ക്യാരക്ടർ ട്രെയ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാവുന്നതാണ്. Now using the concept maps, prepare character sketch of Till and the Archduke. You may begin like this. അപ്പോൾ 2 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഈ പറയുന്ന നമ്മൾ ഒബ്സർവ് ചെയ്ത ക്യാരക്ടർ ട്രെയ്റ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ടില്ലിന്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ടിൽ വാസ് എ പെയിന്റർ. ഹി വാണ്ടേർഡ് ഫ്രം കോർട്ട് ടു കോർട്ട് ഓൺ ഹിസ് ഡോങ്കി ജെഫ് ആൻഡ് വെയർസ് എ ക്യാപ്പ് വിത്ത് 3 bright feathers that dance in the breeze. അപ്പോൾ ടില്ലിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ: ഒന്ന്, ടിൽ ഒരു പെയിന്ററാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ ഓരോ കോർട്ടിൽ നിന്ന് അടുത്ത കോർട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിൽ നിന്ന് മറ്റൊരു കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പോവുക, ഒരു സ്ഥലത്ത് ചെല്ലുക, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നേടിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ദ നെയിം ഓഫ് ഹിസ് ഡോങ്കി ഈസ് ജെഫ്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു പ്രത്യേകതരം വസ്ത്രം ധരിക്കാറുണ്ട്, അതുപോലെ ഒരു പ്രത്യേകതരം തൊപ്പി, അതിൽ 3 തൂവലുകളൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം തൊപ്പിയും ഒക്കെ അദ്ദേഹം ധരിക്കാറുണ്ട്. ഹിസ് ക്ലോത്ത്സ് ആർ വോൺ ബട്ട് സ്റ്റൈലിഷ്, ഷോവിങ് ഹിസ് അഡ്വഞ്ചറസ് സ്പിരിറ്റ്. അദ്ദേഹം പുതിയ വസ്ത്രങ്ങളൊന്നുമല്ല ധരിച്ചിരിക്കുന്നത്, പഴയ വസ്ത്രങ്ങളൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്, പക്ഷെ നല്ല സ്റ്റൈലായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാഹസികത സ്പിരിറ്റ്, ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ കാണാം.
ടിൽ ഈസ് സ്മാർട്ട് ആൻഡ് ക്വിക്ക് ടു തിങ്ക് ഓഫ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഏത് പ്രശ്നത്തിനും ഉടനെ തന്നെ ഒരു പരിഹാരം കാണാനുള്ള കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ടിൽ ഹി ഈസ് ബ്രേവ് ആൻഡ് വില്ലിംഗ് ടു ടേക്ക് റിസ്ക് ഈവൻ വെൻ തിങ്സ് ആർ ടഫ്. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഏത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും സ്വന്തം കാര്യങ്ങൾ നേടാനുള്ള സാമർഥ്യം ഉള്ള ഒരു വ്യക്തിയാണ് ടിൽ. ആൻഡ് ടിൽസ് സെൻസ് ഓഫ് ഹ്യൂമർ ആൻഡ് ക്ലവർനെസ് ഹെൽപ്പ് ഹിം ഗെറ്റ് ഔട്ട് ഓഫ് ട്രിക്കി സിറ്റുവേഷൻസ് ആൻഡ് എന്റർടൈൻ അതേഴ്സ്. അപ്പോൾ ഈ ഒരു ഹ്യൂമർ സെൻസ് ഉള്ള വ്യക്തിയാണ്, നല്ല തമാശയൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ രീതിയിലുള്ള സരസമായ സംഭാഷണം അദ്ദേഹത്തെ പല അപകട ഘട്ടങ്ങളിൽ നിന്നും സഹായിച്ചിട്ടുണ്ട്. ഹി നോട്ടീസസ് സ്മോൾ ഡീറ്റെയിൽസ് അബൌട്ട് പീപ്പിൾ ആൻഡ് പ്ലേസസ് ദാറ്റ് ഹെൽപ്പ് ഹിം മേക്ക് ഗുഡ് ഡെസിഷൻ. അപ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അതുപോലെ ആളുകളെ വളരെ സൂക്ഷ്മമായി, ആളുകളെയും സ്ഥലങ്ങളെയും ഒക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ്. ടിൽ ഈസ് ഗുഡ് അറ്റ് കൺവിൻസിങ് അതേഴ്സ് ആൻഡ് ക്യാൻ ടോക്ക് ഹിസ് വേ ഇൻടു ആൻഡ് ഔട്ട് ഓഫ് ട്രബിൾ. അപ്പോൾ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിപരമായി സംസാരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. He can easily adapt to new places and challenges and he is confident in himself. അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ പുതിയ സാഹചര്യങ്ങളും പുതിയ സ്ഥലങ്ങളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവുന്ന ഒരു വ്യക്തിയാണ്. However, Till can sometimes be manipulative. അതുപോലെ തന്നെ ചില സമയത്ത് പുള്ളി വളരെ തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. യൂസിങ് ഹിസ് ചാം ടു ഡിസീവ് അതേഴ്സ് ഫോർ ഹിസ് ബെനിഫിറ്റ്. അപ്പോൾ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ ഒരു മടിയില്ലാത്ത ക്യാരക്ടറാണ് ടിൽ. ഹിസ് ബോൾഡ്നെസ് ക്യാൻ ഓൾസോ മേക്ക് ഹിം റെക്ലെസ്. അതുപോലെ വളരെ അശ്രദ്ധമായി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏത് റിസ്ക് എടുത്തിട്ടും വിചാരിച്ച കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ്. പുട്ടിങ് ഹിംസെൽഫ് ആൻഡ് അതേഴ്സ് ഇൻ ഡേഞ്ചർ. അപ്പോൾ അപകടമാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപകടമാണെന്നോ എന്നൊന്നും ആലോചിക്കാതെ അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യാതെ ഏത് കാര്യവും എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സംടൈംസ് ഹി ഫോക്കസസ് ഓൺ ഹിസ് ഓൺ സക്സസ് റാദർ ദാൻ ഹെൽപ്പിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ സ്വന്തം കാര്യം നേടിയെടുക്കുക എന്നുള്ള ഒരു സ്വാർത്ഥത ഉള്ള ക്യാരക്ടറാണ് ടിൽ. ഡെസ്പൈറ്റ് ദീസ് ഫ്ലോസ്. അപ്പോൾ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഫ്ലോസ് എന്ന് വെച്ചാൽ ഈ എന്താണ് കഥാപാത്രത്തിന്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ടിൽസ് ഇന്റലിജൻസ്, അദ്ദേഹത്തിന്റെ സാമർഥ്യം, ബുദ്ധി, അതുപോലെ ധൈര്യം, അതുപോലെ സാഹസികതയോടുള്ള താല്പര്യം, ഇതെല്ലാം അദ്ദേഹത്തെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാക്കി മാറ്റുന്നു. ടിൽസ് ഇന്റലിജൻസ്, ബ്രേവറി ആൻഡ് ലവ് ഫോർ അഡ്വഞ്ചർ മേക്ക് ഹിം എ ഫാസിനേറ്റിംഗ് ക്യാരക്ടർ ഹു ഈസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ ദ നെക്സ്റ്റ് ചാലഞ്ച് ഓർ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എപ്പോഴും അടുത്ത ഒരു അവസരത്തിന് വേണ്ടി, അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, അടുത്ത ഒരു സാഹസതയ്ക്ക് വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ടിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ സാധിക്കും. ഇനി ആർച്ച് ഡ്യൂക്കിന്റെ ക്യാരക്ടർ സ്കെച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതാം? ആർച്ച് ഡ്യൂക്ക് വാസ് ദ റൂളർ ഓഫ് ദ കൺട്രി ബാറ്റൺബർഗ്. ബാറ്റൺബർഗിലെ റൂളറാണ്, ഭരണാധികാരിയാണ്. ഹി ലവ്ഡ് പെയിന്റിങ് ആൻഡ് ആർട്ടിസ്റ്റ്. ഇദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇദ്ദേഹം പെയിന്റിങ്സ് ഇഷ്ടപ്പെടുന്നു, കലയെ ഇഷ്ടപ്പെടുന്നു, കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്നു. ഹി ഹാസ് എ റോയൽ ആൻഡ് കമാൻഡിംഗ് പ്രസൻസ്, ഓഫൺ വെയറിംഗ് ഫാൻസി ഗോൾഡ് ഡെക്കറേറ്റഡ് യൂണിഫോം ദാറ്റ് ഷോസ് ഹൈ റാങ്ക്. അപ്പൊ ഇദ്ദേഹം വലിയ ആർഭാടകരമായ ഒരു ജീവിതം നയിക്കുന്നു, വലിയ വില കൂടിയ വസ്ത്രങ്ങൾ കാര്യങ്ങളെല്ലാം ധരിക്കുന്നു, അതുപോലെ തന്നെ എല്ലാവരെയും ഭരിക്കുന്നു. ദി ആർച്ച് ഡ്യൂക്ക് ഈസ് ബോസി ആൻഡ് എക്സ്പെക്ട്സ് അതേഴ്സ് ടു ഡു വാട്ട് ഹി സേസ് വിതൗട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ഈ ഒരു എല്ലാവരുടെയും ഒരു ബോസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആരും എതിർപ്പ് കൂടാതെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹി ഈസ് പ്രൗഡ് ആൻഡ് കെയർസ് എ ലോട്ട് അബൌട്ട് ഹിസ് റെപ്യൂട്ടേഷൻ ആൻഡ് ഹൗ ഹി ലുക്സ്. ഇദ്ദേഹത്തിന് തൻ്റെ സൗന്ദര്യത്തിലും അതുപോലെ തൻ്റെ കഴിവിലും ഒക്കെ വലിയ അഭിമാനമുള്ള ഒരു വ്യക്തിയാണ്. ഈവൻ ദോ ഹി ഈസ് പ്രൗഡ്, ദ ആർച്ച് ഡ്യൂക്ക് ക്യാൻ ബി ജനറസ്. അതുപോലെ അദ്ദേഹം ധാരാളം പണം ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഗിവിംഗ് റിവാർഡ്സ് ടു ദോസ് ഹു മേക്ക് ഹിം ഹാപ്പി. ഇദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ ധാരാളമായി വാരി വലിച്ച് പണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആർച്ച് ഡ്യൂക്ക്. ലൈക്ക് വെൻ ഹി ഗീവ്സ് ടിൽ ഗോൾഡ് ഫോർ ഹിസ് പെയിന്റിങ്. അപ്പൊ പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഈ ടില്ലിന് ഈ ആർച്ച് ഡ്യൂക്ക് കുറെ ഗോൾഡ് കോയിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. He is curious and shows a strong interest in art, wanting to have his portrait painted to be remembered. അപ്പോൾ തന്നെ
മറ്റുള്ളവർ എപ്പോഴും ഓർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഒരു വലിയ ഒരു ചിത്രം വരപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഈ ചിത്രം കാണുമ്പോൾ തന്നെ ഓർക്കും എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുകയാണ്. However, he can be impatient and wants things done quickly. അതുപോലെ ഇദ്ദേഹത്തിന് ഒട്ടും ക്ഷമയില്ലാത്തൊരു വ്യക്തിയാണ്. പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം. പലപ്പോഴും ഇതിന്റെ ഇടയ്ക്കൊക്കെ വന്ന് അദ്ദേഹം നോക്കുന്നുണ്ട് ടില്ലിന്റെ ഈ പെയിന്റിംഗ് പൂർത്തിയായോ എന്ന്. ദ ആർച്ച് ഡ്യൂക്ക് ഈസ് ഓൾസോ വെയിൻ. അതുപോലെ തന്നെ ഒരു വലിയൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ആർച്ച് ഡ്യൂക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു വിചിത്രമായ ഒരു ലോകത്തിൽ, ഇങ്ങനെ ഭാവനയിലെ ഒരു ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആർച്ച് ഡ്യൂക്ക് ഈസ് ഓൾസോ വെയിൻ, കെയറിങ് എ ലോട്ട് അബൌട്ട് ഹൗ ഹി ആൻഡ് ഹിസ് കോർട്ടിയേഴ്സ് ലുക്ക് ഇൻ ദ പെയിന്റിംഗ്, വാണ്ടിങ് ടു ബി റിമെമ്പേർഡ് ഇൻ ദ ബെസ്റ്റ് വേ. അപ്പൊ എല്ലാവരും അവര് ഇപ്പൊ എങ്ങനെയാണോ ഇരിക്കുന്ന അതേ രൂപത്തിൽ തന്നെ ചിത്രത്തിൽ വരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുപോലെ എല്ലാവരും തന്നെ ഓർക്കണമെന്നൊക്കെ അദ്ദേഹം വാശി പിടിക്കുകയാണ്. ഹി ഈസ് ഈസിലി ട്രിക്ഡ്. ഇദ്ദേഹത്തെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ബിലീവിങ് വാട്ട് ഹി വാണ്ട്സ് ടു സീ, ലൈക്ക് വിത്ത് ടിൽസ് ഇൻവിസിബിൾ പെയിന്റിംഗ്. അപ്പൊ ടില്ലിന്റെ ഈ ഒരു ഇല്ലാത്ത ചിത്രം അത് അദ്ദേഹവും പറയുകയാണ് നല്ല ഭംഗിയുള്ള ചിത്രമാണെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ എളുപ്പത്തിൽ നമുക്ക് പറ്റിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്. ലാസ്റ്റ്ലി ഈ എൻജോയ്സ് ഇൻഡൽജിങ് ഇൻ ബിഗ് ഫീസ്റ്റ് ആൻഡ് സെലിബ്രേഷൻസ്. അതുപോലെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുകയും പല വിധത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനൊക്കെ ഒരുപാട് താല്പര്യമുള്ള വ്യക്തിയാണ്. എപ്പോഴും ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓഫൺ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ടു മച്ച്. Despite his flaws, the Archduke's authority, generosity and curiosity make him a fascinating character with a strong presence. ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു അതോറിറ്റിയും അതുപോലെ ആളുകൾക്ക് പണം കൊടുക്കുന്ന ആ ഒരു സ്വഭാവവും അതുപോലെ അദ്ദേഹത്തിന്റെ ചില പ്രത്യേക ക്യൂരിയോസിറ്റി എന്ന സ്വഭാവവും ഒക്കെ നമ്മളെ വളരെയധികം ആകർഷിക്കുന്നതാണ്. അപ്പൊ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് എഴുതിയെടുത്ത് എല്ലാവരും പഠിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. താങ്ക് യു.